നിർമ്മാണ കരാറുകാരുടെ ഓഫീസുകളും വസതികളും കേന്ദ്രീകരിച്ചപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ വ്യാപക പരിശോധന നടക്കുകയാണ്. കൊച്ചി, കോഴിക്കോട്, മലപ്പുറം, ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ഇൻകം ടാക്സിന് റെയ്ഡ് നടക്കുന്നത്. മലപ്പുറത്ത് നിന്ന് കണക്കിൽപ്പെടാത്ത 18 കോടി രൂപയുടെ ക്യാഷ് പിടികൂടിയെന്നറിയുന്നു. മൊത്തം 200 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ കണ്ടെത്തിയെന്നാണ് വിവരം. വിനീത വിജി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് വിനീത, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ദിവസമാണ് ആദായ നികുതി വകുപ്പ് ഈ പരിശോധനകൾ ആരംഭിച്ചത്. ഈ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് ആദായ നികുതി വകുപ്പിൽ നിന്ന് ഇപ്പോഴും ലഭ്യമാവുന്ന വിവരം. പല സ്ഥലങ്ങളിലും പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിൽ കോഴിക്കോട്, അതോടൊപ്പം തന്നെ മലപ്പുറം, മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. കൊച്ചിയിലും പരിശോധന നടത്തുന്നുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ വിവിധ യൂണിറ്റുകളാണ് ഈ പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിൽ മലപ്പുറത്ത് നിന്ന് 18 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പ്. ഒപ്പം തന്നെ ഈ 200 കോടിയോളം രൂപയുടെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായി തന്നെ അവർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിലും പരിശോധന തുടരുമെന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ നിർമ്മാണ കമ്പനികൾ, ആർക്കിടെക്ചർമാർ, ഒപ്പം തന്നെ ഇന്റീരിയർ ഡിസൈനർമാർ ഇവരൊക്കെ കൃത്യമായി ഈ നികുതി അടയ്ക്കുന്നില്ല, നികുതി വെട്ടിപ്പ് ഈ നിർമ്മാണ കമ്പനികൾക്കിടയിൽ നടക്കുന്നുവെന്നൊക്കെ ആദായ നികുതി വകുപ്പിന് ചില പരാതികൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു, ചില റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത്. എല്ലാ ഇടങ്ങളിലും ഒരേ സമയത്ത് തന്നെയായിരുന്നു പരിശോധന. ഇപ്പോഴും ആ പരിശോധന പുരോഗമിക്കുകയാണ്. നിലവിൽ നടത്തിയ പരിശോധനകളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം 200 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് 18 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണവും ആദായ നികുതി വകുപ്പ് പിടികൂടിയിട്ടുണ്ട്. പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എസ് കെ. വിനീത വിജി.